നിയമത്തെ സഹായിക്കില്ലെന്ന് പറയുന്നതിൻ്റെ കാര്യം ആർക്കും മേലനങ്ങാൻ പാടില്ല. ജോലി ചെയ്യാൻ തയ്യാറില്ല. വീട്ടുജോലിക്ക് ആൾക്കാരെ വേണം, കുട്ടികളെ നോക്കാൻ ആൾക്കാരെ വേണം, ഹോട്ടലിൽ ജോലിക്ക് വേണം, പുറമെ ജോലിക്ക് വേണം, സകലമാന ആൾക്കാരും ജോലിക്ക് വേണം. ഇവർ ജോലി കഴിഞ്ഞാൽ ഇവരെങ്ങോട്ട് പോയി എന്ത് വന്ന് അവർക്കറിയേണ്ട കാര്യമില്ല. പിറ്റേന്ന് അവർക്ക് ആ സമയത്ത് വന്ന് ജോലി ചെയ്താൽ മതി. അതുകൊണ്ടാണ് നമ്മുടെ നിയമത്തെ സഹായിക്കുന്നത് പറഞ്ഞത്. എന്താ പിന്നെ ഒരാളെ കൊണ്ടുവന്നു കഴിഞ്ഞാൽ ഓരോ കൊല്ലത്തിലെ മെഡിക്കൽ എടുക്കണം, ഇവർക്ക് അസുഖം ഉണ്ടോ എന്ന് അറിയാൻ. നമുക്ക് എല്ലാവരും വേണം. കേരളത്തിൽ ഇന്ത്യയിലുള്ള സകല ആൾക്കാർ നമുക്ക് ജോലിക്ക് വേണം. പക്ഷേ എല്ലാം അതിൻ്റെ രീതി സേഫ്റ്റിയായിട്ട് നിയമപാലകന്മാർ അറിഞ്ഞു വേണം പോകാൻ. ഇവിടെ തന്നെ ഉണ്ട് അതിൻ്റെ വകകൾ. നമ്മുടെ കേരള സർക്കാരിനെ രക്ഷിക്കാനും സമ്പത്തും ഇവിടെ തന്നെ ഉണ്ട്. എങ്ങും പോകണ്ട. ഓരോ പഞ്ചായത്തിലും എടുത്തു വെച്ച് ഓരോ രീതിയിൽ കറക്റ്റായിട്ട് പോയി കഴിഞ്ഞാൽ മന്ത്രി ഏൽപ്പിക്കുന്ന ജോലികൾ ഓരോരുത്തർ ചെയ്യുന്ന കറക്റ്റായിട്ടാണെന്ന് ഇതൊന്ന് കാണുകയും കേൾക്കുകയും വേണം. ഒന്നത് ഇവർക്ക് ഓരോ കൊല്ലത്തിൽ മെഡിക്കൽ എടുക്കണം. അതുമാത്രമല്ല ഒരു കൊല്ലത്തിൽ രണ്ട് ഡ്രസ്സാണ് അവർക്ക്. ഷർട്ടാണെങ്കിൽ പാൻ്റാണെങ്കിൽ 2 ജോഡിയാണ് ഒരു വർഷത്തിൽ. അത് കൊടുക്കുമ്പോൾ അതിൻ്റെ തയ്യക്കാരൊക്കെ നമുക്ക് തുണികൾ ഇതൊക്കെ വിറ്റഴിച്ച് പോകുന്നു നമുക്ക് അടുത്തുനിന്ന്. അതുപോലെ മെഡിക്കൽ എടുക്കുന്ന നമ്മുടെ ഗവൺമെൻറ് ആശുപത്രി തന്നെ ആയിരിക്കണം ഈ മെഡിക്കൽ എടുക്കുന്നത്. അതിൻ്റെ വരുമാനങ്ങൾ ഇതൊക്കെ നമ്മുടെ കേരളത്തിൽ പിന്നെ പോകുമ്പോഴും വരുമ്പോഴും ഇവർ നാട്ടിൽ പോകുമ്പോഴും വരുമ്പോഴും നല്ലവരായ പോലീസ് സംവിധാനങ്ങൾ അറിഞ്ഞിരിക്കണം. ഐഡിയ കാർഡ് കൊടുക്കണം. ഇവ ഏത് നാട്ടുകാരനെ എന്താണ് ഇങ്ങനെയൊക്കെയുള്ള സംവിധാനങ്ങൾ കുറേശ്ശെ നിമിഷ സമയം കൊണ്ട് കൊണ്ടുവരാവുന്ന കാര്യമുണ്ട്. അത് മെനക്കെട്ട് തയ്യാറാവില്ല നമ്മുടെ വലിയ ആൾക്കാർ. അവർക്ക് പണിയാവും ചെയ്യും. എന്തിനാ പറയുന്നത്? അറബി നാട്ടിലുള്ള നമ്മുടെ മുസ്ലിം ഇക്കമാർ നിയമിച്ച നമ്മുടെ കേരളത്തിനെ പുഷ്പം പോലെ അടക്കണിന്ന് രക്ഷിക്കാം. അതിനെങ്ങനെ ഏത് കണ്ട സമയവും മുസ്ലിം ആൾക്കാർ കുറ്റം പറയാനല്ലേ ഇരിക്കുക. അറബ് നാട്ടിലെ പണം കേരളത്തിലും ഇന്ത്യയിലും വന്നില്ലെങ്കിൽ എന്താ നമ്മുടെ അവസ്ഥ ആലോചിച്ച് നോക്കണം. ഇതൊക്കെ വളർന്നു വരുന്ന മക്കളുമാർ മനസ്സിലാക്കണം. ജോലി വേണം, വ്യവസായം വേണം, നമുക്ക് ജീവിക്കണം, ധനം നമ്മുടെ കയ്യിൽ വേണം. ഇതൊക്കെ ഇവർ ഉണ്ടെങ്കിലേ പറ്റൂ എന്നുള്ള ചിന്തയും കൂടെ വേണം. കേരളത്തിൽ ഇരുന്നുകൊണ്ട് സമയമാട്ടെ, നാളെ ആട്ടെ, മറ്റന്നാളാട്ടെ, അല്ലെങ്കിൽ മന്ത്രം ചെയ്തിരുന്ന കാര്യം നടക്കില്ല. മക്കളുകാർ നിങ്ങൾക്ക് ജീവിക്കണോ? നിങ്ങളുടെ കയ്യിൽ പണം വേണം. അതിന് ഈ വക ആൾക്കാരുടെയൊക്കെ ആശ്രയവും ബിസിനസ്സും കാര്യങ്ങളും ഒക്കെ നമ്മുടെ കേരളത്തിൽ ഇതൊന്നും ഇല്ല. ഇനി അത് ഉണ്ടാവണം. നമ്മുടെ മന്ത്രിമാരെ നമ്മൾ പഠിച്ചിട്ട് കാര്യമില്ല. ഇനി അതൊക്കെ ഉണ്ടാവണം നമ്മുടെ മക്കളുമാർക്ക്. ഒരു മക്കളുമാരും പഠിച്ചിറങ്ങിയ ഇത് നമ്മുടെ രാജ്യം വിട്ട് പോകാൻ പാടില്ല. ഇവിടെ തന്നെ അതിൻ്റെ സംവിധാനം 10, 30,000, 40,000 രൂപ സാലറി കിട്ടുന്നത്. അതുപോലെ ഉണ്ടോ? 10,000 രൂപ ആയിരിക്കും കിട്ടുന്നത് ഏതെങ്കിലും കടകളിലെ. ഒരു മാസം വണ്ടിയിൽ പോകുന്ന പെട്രോൾ അടിക്കാനുള്ള പൈസയില്ല. പിന്നെ എങ്ങനെ ജീവിക്കുക? പിന്നെ എങ്ങനെ പെണ്ണ് കിട്ടുക? പെൺകുട്ടി അങ്ങനെയൊക്കെ ഓരോ കാര്യങ്ങളുണ്ട്. നമ്മുടെ സർക്കാർ ഏത് സർക്കാരെ ഭരിക്കുന്നത് അവർക്ക് ചെയ്യാൻ ഇഷ്ടം പോലെ കാര്യങ്ങളാണ് നമ്മുടെ കേരളത്തിൽ. അതൊന്നുമല്ല. എന്തെങ്കിലും ചാനലിലെ മക്കളുമാർ ചോദിച്ചു കഴിഞ്ഞാൽ ആന്ധ്രയിലെ കാര്യവും കർണാടകയിലെ കാര്യവും പറയാം. നമ്മുടെ കേരളത്തിൽ തന്നെ ഒരുപാട് കുഴപ്പങ്ങളും ഓരോ കാര്യങ്ങളും മുന്നോട്ട് വരാനുമുണ്ട്. അറിയാമേത മക്കളുമാർക്ക് മെസ്സേജ്